സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ദേവി നാരായണീ നമോസ്തുതേ. അപ്പൊ ആ ദേവതകളെല്ലാം ജീവകലശത്തിലോട്ട് ആവാഹിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ വാക്കും നിങ്ങൾ പറഞ്ഞ സത്യത്തോടു കൂടിയാണ് ഞാൻ അതിനെ ആവാഹിക്കുന്നത്. അന്ന് നമ്മൾ അതുപോലെയാണ് തിരിച്ചിങ്ങോട്ട് വെച്ചത്, അതുപോലെ തിരിച്ച് വീണ്ടും അങ്ങോട്ടത്തേക്ക് വേണ്ടി നമ്മൾ ആവാഹിക്കും. അപ്പോൾ ഞാൻ എൻ്റെ ഒരു അപേക്ഷ, ഇതുപോലെ നിങ്ങൾ ഇനിയും ഒരുമിച്ച് ഐക്യത്തോടും കൂടി നിന്ന് ഇനിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നിത്യവുമുള്ള നമുക്ക് മഹാക്ഷേത്രങ്ങളുടെ പൂജകളുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ നമ്മുടെ ഇവിടുത്തെ കുറച്ച് നാടിൻ്റെ ഉള്ള ഐശ്വര്യത്തിന് അനുഗ്രഹം. അതിന് നമ്മൾ ആ കഴിയുന്ന കണക്കുള്ള ചെറിയ വിധാനങ്ങളോടുകൂടി നമുക്ക് ഇത്രയും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരത്തുള്ളൂ. അതിൽ കൂടിയ നിങ്ങൾക്ക് ചുമക്കാൻ പറ്റാത്ത ഭാരങ്ങൾ ഒരിക്കലും നിങ്ങളുടെ തലയിൽ ഞാൻ എടുത്ത് വെച്ച് തരത്തുമില്ല. അപ്പം അതിനെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഭംഗിയോടും ആ ഭഗവതിയുടെ ഐശ്വര്യത്തോടും കൂടി നാടിൻ്റെ ഐശ്വര്യത്തിനും ദീർഘായുസിനും ആയുരാരോഗ്യങ്ങൾക്കും വേണ്ടി നമുക്ക് അങ്ങോട്ട് മാറ്റാം. അതിനുവേണ്ടി അപ്പോൾ ആവാഹിക്കാമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും സമ്മതമാണല്ലോ ഭഗവതിയെല്ലാം ആ ചൈതന്യങ്ങളെല്ലാം ആവാഹിക്കാൻ. എങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളെക്കുറിച്ചാണ് നമ്മളിനി ചിന്തിക്കണം. നമുക്ക് ഇനി ആദ്യം ചിന്തിക്കേണ്ടത് നമുക്കത് എങ്ങനെ മാസത്തിൽ എത്ര ദിവസം തുറന്നു പോകണം, മാസത്തിൽ 1 വേണമോ, അല്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് തുറക്കണം എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി ഒരു അഭിപ്രായത്തെ എടുത്തിട്ട് എന്നോടത് അറിയിക്കാം. എന്നിട്ട് ഞാനും അതിന് എങ്ങനെ അത് മതിയോ എന്നുള്ളതും കൂടെ ഞാനിവിടെ ചിന്തിക്കാം. നിങ്ങൾക്ക് ആദ്യം ഒന്ന് എല്ലാവരും ഒന്ന് ആലോചിക്കുക. നമുക്ക് മാസത്തിൽ 1 വേണമോ? നിങ്ങൾക്ക് ഏറ്റവും ചെറിയ ലളിതമായിരിക്കുന്ന ഒരു പടിത്തര വ്യവസ്ഥിതിയെ മാത്രമേ ഞാനിവിടെ പറയത്തുള്ളൂ. ഒരു പ്രതിഷ്ഠ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത വേണ്ടത് പടിത്തര നിർണ്ണയം എന്നാണ്. എന്താണ് ആ പടിത്തര? നമുക്ക് എഴുതി വെച്ചിട്ട് പോകാനുള്ളതല്ല. ആ പടിത്തര ഇന്ന് നമ്മൾ ഭഗവതിയുടെ മുമ്പ് അകത്ത് കയറി ഇന്നതെല്ലാം ചെയ്തു കൊടുക്കുന്ന വാക്കും കൊടുത്ത് സത്യം പറഞ്ഞാൽ നമ്മളോടൊന്ന് പോകണമെന്നാണ്. പിന്നെ അതിനെയാണ് നമ്മൾ പടിത്തര വ്യവസ്ഥ ഒരു ബുക്കിൽ എഴുതി വെക്കുകയും ഏത് ഭരണാധികാരികൾ വന്നാലും ശാന്തിക്കാർ വന്നാലും ഇതാണ് ഇവിടെ ചെയ്യേണ്ടത്. ഇന്ന് പല ക്ഷേത്രങ്ങളിലെയും ന്യൂനത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്ത്രിയുടെ പടിത്തരത്തെ എടുത്തങ്ങ് മാറ്റി വയ്ക്കും, അതിൻ്റെ തോന്നി കണക്ക് കാണിക്കും. അതുകൊണ്ടാണ് പല ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങൾ ശ്രദ്ധിച്ചുകൊള്ളണം. അവിടെ പടിത്തര വ്യവസ്ഥിതി വളരെ ഗംഭീരമായിരിക്കും. ഒന്നും ഇല്ലെങ്കിൽ പോലും പടിത്തരത്തെ അംഗീകരിക്കും. കാരണം ആ പടിത്തരത്തിനാണ് ഒരു ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ. എല്ലാവരുടെ സമ്മതത്തോടെ കൊടുക്കുകയാണ്. പ്രാർത്ഥിച്ചോളണം കേട്ടോ. സർവാംഗ സർവന്റെ ചക്ഷുസ്രവമായി ഗുരുപരമ്പരകാരന്മാർ ദേവാലയങ്ങളിൽ ദീർഘായുത്തം ഭവതു ദീർഘായുത്തം ഭവതു ദീർഘായുത്തം ഭവതു ദീർഘായുത്തം ഭവതു സർവൈശ്വര്യം ഭവതു സർവമംഗളം ഭവതു അഷ്ടൈശ്വര്യം ഭവതു സർവാഭിവൃദ്ധിം ഭവതു പുത്രപൗത്രാദി ശരി.